മദ്യം നൽകി അവശനാക്കിയ ശേഷം മധ്യവയസ്കനെ തട്ടിക്കൊണ്ടുപോയി 4 പവന്റെ സ്വർണ്ണമാല കവർന്നു. കോട്ടയം കറുകച്ചാലിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. കറുകച്ചാൽ ശാന്തിപുരം സ്വദേശിയായ ജോസഫ് വർഗീസിന്റെ മാലയാണ് മോഷ്ടിക്കപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന ഉദ്ദേശം 5 പവനുള്ള മാല കണ്ടതുകൊണ്ട് തന്നെ അത് മാല റോബ് ചെയ്തെടുക്കണമെന്നുള്ള ഉദ്ദേശവും കരുതൽ ഇവർക്ക് ആദ്യം മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇദ്ദേഹത്തെ കയറി പരിചയപ്പെടുന്നത്. ഈ മദ്യപാനത്തിനൊക്കെ ശേഷം വലിയ സൗഹൃദഭാവത്തിൽ ഇദ്ദേഹത്തോട് പറയുന്നത് അദ്ദേഹം ചേട്ടൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടാം പ്രതി അനീഷ് ആന്റണി ഇദ്ദേഹത്തെ ബൈക്ക് കയറ്റുകയും അതിനുശേഷം ചിങ്ങവനം ലിമിറ്റുള്ള മാളികക്കടവ് ഭാഗത്ത് ഒരു ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി, അടഞ്ഞിടന്ന വീടിൻ്റെ ഒഴിഞ്ഞൊരു പറമ്പിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ അടിച്ച് താഴെയിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉപയോഗിച്ച് കെട്ടി ബലം പ്രയോഗിച്ച് വലിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹത്തൊക്കെ ഓരോ പാടുകളുണ്ട്. ബലപ്രയോഗം നടത്തി ഇദ്ദേഹത്തിൻ്റെ മാല പറിച്ചുകൊണ്ട് പോവുകയാണ്. ഷിനോജ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, വേഗത്തിൽ തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു അല്ലേ? ദിവിഷ്, തീർച്ചയായും 24 മണിക്കൂറിനകത്ത് തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. കറുകച്ചാലിലെ ഒരു ബാറിനുള്ളിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ ജോസഫ് വർഗീസ് എന്ന 61 വയസ്സുകാരനെ മുൻപരിചയം നടിച്ചാണ് ഈ 3 പ്രതികളും ചേർന്ന് വലയിലാക്കുന്നത്. അതേ ഘട്ടത്തിൽ ഈ പ്രതികൾ തന്നെ ഈ ജോസഫ് വർഗീസിന് മദ്യം വാങ്ങി നൽകുന്നു. തുടർന്ന് അവശനായ ജോസഫ് വർഗീസിനെ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഈ ബൈക്കിൽ കയറ്റുകയായിരുന്നു. തുടർന്ന് ചിങ്ങവനം ഭാഗത്തെ ഒരു ആളൊഴിഞ്ഞ പുരയിടത്തിൽ ജോസഫ് വർഗീസിനെ ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം ഉപേക്ഷിക്കുകയും മർദ്ദിച്ചതിന് ശേഷം ജോസഫ് വർഗീസിൻ്റെ കഴുത്തിൽ കിടന്ന ഏകദേശം 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല അപഹരിക്കുകയുമായിരുന്നു. തുടർന്ന് പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ ജോസഫ് വർഗീസ് കറുകച്ചാൽ പോലീസിൽ പരാതി നൽകുന്നത്. CCTV ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. എന്തായാലും 3 പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. ആലപ്പുഴ ചേർത്തല സ്വദേശിയായിട്ടുള്ള സുധീഷ് കുമാർ, ഒപ്പം കൊമ്മാടി സ്വദേശിയായിട്ടുള്ള അനീഷ് ആന്റണി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിയായിട്ടുള്ള അനിൽ കെ രാജൻ എന്നീ 3 പേരാണ് കറുകച്ചാൽ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. പ്രതികൾ ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മോഷണവും അത് സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് എന്നാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ അപഹരിച്ച സ്വർണ്ണമാല അത് ചിങ്ങവനത്തെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ 3.5 ലക്ഷം രൂപയ്ക്ക് ഈ പ്രതികൾ വിറ്റിരുന്നു. ഈ വിറ്റ തുകയിൽ ഏകദേശം 2,96,000 രൂപയും ഈ പ്രതികളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും സ്വർണം ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തിട്ടുമുണ്ട്.